Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. കേട്ടോ. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. അപ്പൊ ഇന്നലെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞല്ലേ? ഇല്ലേ? Yes. ഓക്കെ. എല്ലാരും പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? Yes. ഓക്കെ. പേര് ഇല്ലല്ലേ? ഇല്ല. അശ്വതി എന്നാണ് കേട്ടോ പേര്. ഓക്കെ. Okay, ma'am. ഓക്കെ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം കേട്ടോ. ചാപ്റ്റർ 3 ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ. അതാണ് സ്റ്റാർട്ട് ചെയ്യുന്നേ. കണ്ട സ്ലൈഡ് കാണുന്നില്ലേ? എല്ലാവർക്കും കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നില്ലേ? Yes. ഓക്കെ. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ഡൗട്ടോ, അതായത് പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ, എന്തെങ്കിലും ക്ലിയർ ആവാത്തതോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ്പൊ തന്നെ ചോദിച്ചു പോവാം കേട്ടോ. ഓക്കെ, നോട്ട്സ് ഒക്കെ എല്ലാവരും റെഡി ആക്കി വെച്ചിട്ടില്ലേ എഴുതാനായിട്ട്? Okay, ma'am. നോട്ട്സ് ഒക്കെ എഴുതാനായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ പറയുന്ന കാര്യങ്ങള്, ചില കാര്യങ്ങളില് എക്സ്ട്രാ നോട്ട് ഉണ്ടാകും. ആ നോട്ട്സ് എന്ത് ചെയ്യാം, ഞാൻ പറയുന്ന എന്ത് ചെയ്യാം, എഴുതി പോവാ. എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും കേട്ടോ. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരും, അതാണ് എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെയാണ് ക്ലാസ് പോവുക. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ സുമിഷ. ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, Good afternoon, Good ma'am. afternoon, ma'am. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഗുഡ് Good ആഫ്റ്റർനൂൺ കേട്ടോ. afternoon, ma'am. ക്ലാസ് ഇപ്പൊ തുടങ്ങിയതല്ലോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ കേട്ടോ. Okay, ma'am. Okay, ma'am. ഓക്കെ. ഹലോ മാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളോ? എന്റെ പേര് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണുള്ളൂ, ഇപ്പൊ തുടങ്ങാൻ പോണുള്ളൂ കേട്ടോ. തുടങ്ങിയിട്ടില്ല. ഓക്കെ. എന്റെ പേര് അശ്വതി എന്നാണ്. അശ്വതി. Okay. ഓക്കെ. അപ്പൊ എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയല്ലേ? തുടങ്ങാം, നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചെയ്ത് വെക്കാം. തിരക്കാൻ പറയണേ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും കേട്ടോ. മ്യൂട്ട് ചെയ്യാം. ഓക്കെ. ചാപ്റ്റർ 3 ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ. ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ. നമുക്കറിയാം അല്ലെ, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രാക്ടീസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പാരാഗ്രാഫും അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ മുമ്പത്തെ ചികിത്സാ രീതികള്, അതിന്റെ ഇമ്പോർട്ടൻസ്, അതൊക്കെയാണ് എന്ത് പറയുന്നത്, ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഞാൻ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Traditional health systems in India. In India, besides the existence of modern medicine, traditional medical practitioners continue to practice throughout the country. Popular native healthcare tradition consists of Ayurveda, Yoga, Unani, Siddha, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഓക്കെ, അതായത് നമുക്കറിയാം, എന്തെങ്കിലും ഒരു അത്യാവശ്യം, നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് മെഡിസിൻ എടുക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നാണ് അല്ലെ. അതായത് അലോപ്പത്തിക് ഇംഗ്ലീഷ് മരുന്നുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ മെജോറിറ്റിയും എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയില് എന്താ പറയാ, അതായത് ഈ ഒരു ഇംഗ്ലീഷ് മരുന്നുകൾ, അതായത് നമ്മുടെ മോഡേൺ ആയിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ കൂടുതൽ എടുക്കുന്നതെങ്കിലും അതിന്റെ ഒപ്പം തന്നെ എന്ത് പോകുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീസും എന്ത് ചെയ്യുന്നുണ്ട്,
എക്സിസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ രീതികളും എന്തിന്റെ കൂടെ തന്നെ പോകുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയില് നിലനിന്ന് പോകുന്നുണ്ട്. അതാണ് ആ ഫസ്റ്റ് പാരാഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു മരുന്ന് നമ്മൾ കഴിച്ചു, അതിന്റെ കൂടെ തന്നെ എന്താണ് സൈഡ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആയുർവേദിക് മരുന്നുകളോ അല്ലെങ്കിൽ ഹോമിയോപ്പതി മരുന്നുകളോ ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ കഴിക്കാറുണ്ട് അല്ലെ. നമ്മളിൽ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഹോമിയോപ്പതിയെയും അതുപോലെ തന്നെ ആയുർവേദയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ പോലെ ഒരു കൺട്രിയിൽ എന്താണ് ഇതിനൊക്കെ എന്തുണ്ട്, പോപ്പുലാരിറ്റി ഉണ്ട്. ഓക്കെ, അലോപ്പത്തിക് മെഡിസിന്റെ പോലെ തന്നെ പോപ്പുലാരിറ്റി ഉള്ളതാണ് എന്തും ആയുർവേദയും യോഗയും യുനാനിയും. ഓക്കെ ഓക്കെ, ക്ലിയർ? മിസ് ഒന്ന് ആദിക്കൊന്ന് പറയോ? ഞാൻ കേറാൻ ഒന്ന് ലൈറ്റ് ആയി, പറയാൻ പറ്റുമോ? കേട്ടില്ലേ? ഞാനിപ്പൊ കേറിയുള്ളൂ, ഒന്ന് കേറാൻ ലേറ്റ് ആയി, ഒന്ന് ആദിക്കൊന്ന് പറഞ്ഞു തരുമോ? അതായത് ഒന്നുമില്ല മോളെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതാണ്. നമ്മുടെ ഇന്ത്യയില് ഇംഗ്ലീഷ് മരുന്നുകളാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് അല്ലെ. എന്തെങ്കിലും ഒരു എമർജൻസി എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അലോപ്പത്തിക് മെഡിസിൻസിയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മള്, ആയുർവേദ ആയാലും അതുപോലെ തന്നെ യുനാനി ആയാലും സിദ്ധ ആയാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ മെഡിസിൻസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് എടുക്കുന്നുണ്ട്. നമ്മളിൽ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്ത്യയെ പോലെ ഒരു കൺട്രിയിൽ എന്ന് പറഞ്ഞാല് ഈ അലോപ്പത്തിക് മെഡിസിൻസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, മറ്റ് പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് രീതികളും എന്ത് ചെയ്യുന്നുണ്ട്, ആളുകള് ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒരു പാരാഗ്രാഫിൽ പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോ ഇവിടെ ചില ട്രഡീഷണൽ ആയിട്ടുള്ള ചികിത്സാ രീതികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിലൊന്നാണ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഓക്കെ, എന്തൊക്കെയാണ്? ആയുർവേദയുണ്ട്, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ എന്താണ് ഒരുമിച്ച് പറയുന്ന പേരാണിത് ആയുഷ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ആയുഷിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താ ലോഷനെ പറ്റി കേട്ടിട്ടുണ്ട്. പ്രൊഡക്റ്റിനെ കുറിച്ചല്ലേ ആയുഷ് എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ടുള്ള നമുക്ക് അതായത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റിനെ കുറിച്ചല്ലേ ആയുഷ് എന്ന് പറയുന്നത്. ആയുഷ് എന്ന് പറയുന്നത് ഒരു മന്ത്രാലയം ഉണ്ട് കേട്ടോ. നമുക്കൊരു മന്ത്രാലയം ഉണ്ട്. ഓക്കെ, ഒരു മിനിസ്ട്രി ഉണ്ട്, ആയുഷ് മന്ത്രാലയം അല്ലെങ്കിൽ ആയുഷ് മിനിസ്ട്രി എന്ന് പറയും. ഓക്കെ, അതായത് സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. നമുക്കിപ്പോ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ എന്തുണ്ട്, പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അതിന് പ്രത്യേകം പ്രത്യേകം മിനിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളതാണ് എന്ത്, ആയുഷ് മിനിസ്ട്രി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. ഇതിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നേ, ഈ ആയുർവേദയും യോഗയും യുനാനിയും സിദ്ധയും ഹോമിയോപ്പതിയൊക്കെ എന്ത് വരുന്നേ, രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, നോക്കിയൊന്ന്, അതായത് ആയുഷ് എന്ന് പറയുന്ന പേര് ആയുർവേദയുടെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എ, അതുപോലെ തന്നെ യോഗയുടെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള യുനാനിയുടെ ഫസ്റ്റ് ലെറ്റർ യു, സിദ്ധ എസ്, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഭയങ്കര സൗണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ മാം, എല്ലാവരോടും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയോ? മാമിന്റെ ചില വേർഡ്സ് ഒന്നും ക്ലാരിറ്റി കിട്ടുന്നില്ല, ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയോ? മ്യൂട്ട് ചെയ്യട്ടാ, ചെയ്തോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയറാ. എല്ലാവരും മ്യൂട്ട് ചെയ്യുക, ആരും സംസാരിക്കരുത് കേട്ടോ. ഞാൻ പറയുന്നവരാരും സംസാരിക്കരുത്, എന്നാലേ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും, കേൾക്കാൻ പറ്റില്ല. അപ്പോ ഇതിന്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ഈ ഒരു മന്ത്രാലയം എന്ത് ചെയ്തത്, ഫോം ചെയ്തത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അപ്പോ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റംസ് എന്ന് പറയുന്നത്
എന്തൊക്കെയാ? ആയുർവേദയുണ്ട്, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി. അത് രണ്ടിനെയും കൂടി ഒരുമിച്ചാ പറയാ. അതുകൊണ്ടാണ് ഹോമിയോപ്പതിയുടെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എച്ച് ആയുഷിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ആയുഷിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് അറിയണം. ആയുഷ് എന്ന് പറയുന്നത് ദ മിനിസ്ട്രി അണ്ടർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു മിനിസ്ട്രി ആണത് ആയുഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോംഡ് ഇൻ 9 നവംബർ 2014. അതായത് 2014 നവംബർ 9-നാണ് ഈ ഒരു മിനിസ്ട്രി ഫോം ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണോ? 2014 നവംബർ 9. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതായിരുന്നു. ആയുഷ് ഈസ് എ നെയിം ഡിവൈസ്ഡ് ഫ്രം ദ നെയിംസ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഓക്കെ, അതായത് ഓരോന്നിന്റെയും എന്താണ് ഫസ്റ്റ് ലെറ്ററിൽ നിന്നാണ് ഈ ഒരു ആയുഷ് എന്ന് പറയുന്ന ഒരു പേര് എന്ത് ചെയ്തത് ഉണ്ടായി വന്നത്. ഓക്കെ, അപ്പൊ 3 പോയിന്റ്സ് പ്രധാനമായിട്ടും പറഞ്ഞ ഞാനിപ്പോ. എന്തൊക്കെയാ പറഞ്ഞ? ഒരാളൊന്ന് പറഞ്ഞേ, ആരാ പറയാ? സബീന, ഒരാള് പറഞ്ഞാ മതി. ആരാ പറയാ? എഴുതിയെടുത്തോ നിങ്ങള്? എഴുതിയെടുത്തല്ലേ? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ, നാച്ചുറോപ്പതി. ഇതിനൊക്കെ ട്രഡീഷണൽ മെത്തേഡ് ആയിട്ടാണ് പറയുന്നത്. ആയുഷ് എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ടാണ് ആയുഷ് എന്ന് പറഞ്ഞ ഫോം ചെയ്തത്. ഒരു മിനിസിയാണ് ചെയ്തിട്ടുള്ളത് 2014 നവംബർ 9-നാണ്. ഓക്കെ, ഇനി മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ എയിം ആണ്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം. അതായത് ഇതിനൊരു മെയിൻ ആയിട്ട് ഒരു ലക്ഷ്യമുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന് നോക്കാം നമുക്ക് കേട്ടോ. It is responsible for developing education and research of traditional medicine system in India. Okay, it is responsible for developing education and the research of traditional medicine system in India. ആ പറയുന്ന നോട്ട്സ് ഇല്ലല്ലോ, എനിക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. അതിന്റെ അടിയിൽ കാണുന്നില്ലല്ലോ. അതില്ല, മാം പറയുന്ന നോട്ട്സ് ഇല്ല, എഴുതിയെടുക്കണം കേട്ടോ. അത് മാം പറഞ്ഞില്ല. ഈ നോട്ട്സിൽ നിന്നാ പറയുന്നെന്ന് വിചാരിച്ചു. വേറെ നോട്ട്സ് വിട്ടു തരൂലേ? എന്താ നോട്ട്സ് വേറെ വിട്ടു തരൂല? PDF ആയിട്ട് വിട്ടു തരൂലേ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാല്? നോട്ട് ചെയ്താൽ മതി, എഴുതിയെടുത്താൽ മതി. ഞാൻ പറയുമ്പോ എഴുതിയെടുത്താൽ മതി, അതാണ് കൂടുതൽ നല്ലത്. ആണോ മാം? അപ്പൊ അതൊന്നുകൂടി പറയോ? പറയാലോ. ആദ്യം തൊട്ട് പറയാം, കാര്യം എങ്കിലല്ലേ നമുക്ക് ഈ നോട്ട്സ് ആയിരിക്കും എന്ന് വിചാരിച്ചു. ആണല്ലേ? ഞാൻ ഈ ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പേടിക്കണ്ട, എല്ലാവർക്കും നോട്ട് കിട്ടും കേട്ടോ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാ? അതായത് ഈ മേഖലകളിലുള്ള പഠന ഗവേഷണങ്ങളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. നമ്മൾക്കറിയാം, അതായത് എന്തെങ്കിലും ഒരു ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് മരുന്നുകളിൽ, അതായത് അലോപ്പത്തിക് മെഡിസിൻസില് കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഒരു വാക്സിൻസോ മറ്റോ കണ്ടുപിടിക്കുവാണെങ്കിൽ എന്താണ്, അതിന് സെൻട്രൽ ഗവൺമെന്റിന്റെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവരോരോന്ന് എന്ത് ചെയ്യുന്നത്, വികസിപ്പിക്കുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള സഹായങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊറോണയ്ക്കെതിരായിട്ട് നമ്മൾ കോവിഷീൽഡും കോവാക്സിൻ ഒക്കെ വികസിപ്പിച്ചു അല്ലെ. ഓക്കെ, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അത് വികസിപ്പിച്ചത്. നമ്മുടെ സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഗവൺമെന്റിന്റേതായിട്ടുള്ള ഹെൽപ്പോട് കൂടിയിട്ടാണ് അത് വന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രത്യേക കാര്യങ്ങള് പ്രൊമോട്ട്, അതായത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്, മുൻഗണന കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആയുർവേദത്തിലും യോഗയിലും യുനാനിയിലും ഒക്കെ എന്താണ്, പ്രത്യേക കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാല് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നത്, ആയുഷ് എന്ന് പറയുന്ന ഒരു മന്ത്രാലയം നിലവിൽ വന്നത്. ഇതാണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത് കേട്ടോ. ഈ 4 പോയിന്റ്സും ക്ലിയർ ആയോ?
ക്ലിയർ ആയി മാം. അപ്പൊ ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. എഴുതാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തെടുത്തോളൂ. ആയുഷ് എന്ന് ഹെഡിങ് കൊടുക്കുക. ആദ്യം മുതലാണോ പറയുന്നത്? ആദ്യം തുടങ്ങിയാ പറയുന്നത്. ആയുഷ് എന്ന ഹെഡിങ് കൊടുക്കുക. ദ മിനിസ്ട്രി അണ്ടർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. കേട്ടില്ല. The ministry under the government of India. The ministry means എന്താ? മന്ത്രാലയം. Under the government of India. The ministry under the government of India. Okay, next. നെക്സ്റ്റ് പറയാണ് കേട്ടോ. ഓക്കെ മാം. ഫോമഡ് മീൻസ് രൂപീകരിച്ചത്. ഫോമഡ് എന്ത് മാം ഒന്നുകൂടെ പറയോ? ഫോമഡ് മീൻസ് രൂപീകരിച്ചത്, ഫോം ചെയ്തത്. അതിന്റെ സ്പെല്ലിംഗ് പറ. മാം ഒന്ന് മ്യൂട്ടാക്കാൻ പറയോ? ബാക്കിയുള്ളവരോട് സംസാരിക്കുന്ന ഒരാൾ മാത്രം ഒന്ന് ഓണാക്കി നിർത്താൻ പറയോ? ഞാൻ ഒന്ന് കമന്റ് ചെയ്യാം. സ്പെല്ലിംഗ് കിട്ടാത്തത് കേട്ടോ. ഓക്കെ ഓക്കെ, അതാ മിസ് നല്ലത്. ഫോമഡ് നയൻ. സ്കാൻ ചെയ്യാൻ പറ്റുന്നവർക്ക് എഴുതിയെടുക്കുക, അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ. മാം പറയുമ്പോ എഴുതാൻ പറ്റുന്നുണ്ട് മാം, പറയോ? എന്താ? ഫോമഡ് ഇൻ ഒരു മിനിറ്റ്. ഫോമഡ് ഇൻ 9 November 2014. 2014. ഓക്കെ മാം. ഓക്കെ. സീറോ പ്രസ് ചെയ്യുമ്പോ 2014 or 40? 240 അല്ല കേട്ടോ. 2014 2014. സീറോ ടൈപ്പ് ചെയ്യുമ്പോ സ്ക്രീൻ ബാക്ക് പോകുന്നു. അതാണ് കേട്ടോ. 2014 ആണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ. ഓക്കെ മാം. Ayush is a name. Ayush is a name devised from the Ayush is the name devised from the നെയിം എന്നാണോ? name പേര്. Ayush is a name devised from the names. ഡിവേഴ്സിഡ് കഴിഞ്ഞിട്ട് എന്താ? ഡിവൈസ് ദ നെയിം. ഒന്നോടെ പറയാമോ? ആയുഷ് ഒന്നോടെ പറയാമോ? Ayush is a name. Ayush is a name devised from the ഡിവൈസ്ഡ് ഫ്രോം ദ സ്പെല്ലിംഗ് DEVISED ആണോ? ഡിവൈസ്ഡ് ഫ്രം ദ. ഞാൻ കമന്റ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിവൈസ്ഡ് ഫ്രം ദ നെയിംസ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നോട്ട് കിട്ടിയല്ലേ കേട്ടോ. മാം? എന്താ? കുറച്ച് കഴിഞ്ഞ് നോട്ട് കിട്ടിയല്ലേ? നോട്ട് തരാം. ഇങ്ങനെ അതായത് നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നോട്ട് തരാം, പ്രശ്നമില്ല കേട്ടോ. മാം അത് മതി. മാം വിട്ടെന്ന് തന്നാ മതി. ക്ലിയർ ആവുന്നില്ല. ഓക്കെ എല്ലാവരും ഇപ്പൊ മാം ഇന്ന് ക്ലാസ് എടുത്താ മതി. ഓക്കെ. ചിലപ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും ഞങ്ങൾ എഴുതുമ്പോ. വേർഡ്സ് ഒന്നും കറക്റ്റ് കേട്ടില്ലെങ്കിൽ നോട്ട് വിട്ടാന്ന് ഞങ്ങക്ക് പഠിക്കാൻ എളുപ്പാവേ.
ഓക്കെ ഓക്കെ, അറിയാവുന്നവരുണ്ടെങ്കിൽ അല്ല ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അല്ല ഞാൻ സിമ്പിൾ ആയിട്ട് നോട്ട് എഴുതുന്നുണ്ട്, പക്ഷെ ക്ലിയർ ആവണില്ല സ്പെല്ലിംഗ് ഒക്കെ മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഇല്ല മാം, എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. മാം പറയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് മാം. ക്യാച്ച് ആവുന്നുണ്ട്, അത് ചിലർക്ക് ക്യാച്ച് ആവുന്നുണ്ട്, ചിലർക്ക് ക്യാച്ച് ആവുന്നില്ല. പിന്നെ ഓക്കെ, അത് കൂടുതൽ പേരുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോ ഒരു ബുദ്ധിമുട്ട് വരുന്നത്, എല്ലാവരും സംസാരിക്കുമ്പോഴൊക്കെ. പിന്നെ മാം സംസാരിക്കുന്ന സമയത്ത് മ്യൂട്ട് ആക്കാത്തവരുണ്ട്, അതാണ് തീരെ ക്ലിയർ ആവാത്തത്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോ ഞാനത് ഇട്ടേക്കാം, പ്രശ്നമില്ല. അപ്പൊ എയിം എന്താണെന്ന് പറഞ്ഞു നിങ്ങള്, എയിം എന്താ ഇതിന്റെ? ആയുർവേദ, എയിം പറഞ്ഞില്ലേ ഞാൻ? എയിം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഇതിന്റെ ലക്ഷ്യങ്ങളും മരുന്നിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് പിന്തുണയ്ക്കുന്നില്ലേ, അതുപോലെ ആയുർവേദിക് യുനാനി മെഡിസിൻസിന് പുതിയതായിട്ട് വാക്സിൻസ് അതുപോലത്തെ സംഭവങ്ങൾ കണ്ടുപിടിക്കുമ്പോ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ആയുഷ്. അതാണ് അതിന്റെ എയിം. ഈ മീറ്റിംഗിൽ പഠനത്തിൽ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ആയുഷ് മന്ത്രാലയം എന്ത് ചെയ്യുന്നത്, നിലവിൽ വന്നത് കേട്ടോ. ഈ ആയുർവേദയിലെയും യോഗയിലെയും സിദ്ധയിലൊക്കെ എന്താണ് കാര്യങ്ങൾ കൂടുതൽ കണ്ടുപിടിക്കുന്നതിനും അതിൽ പ്രവർത്തിക്കുന്ന ആളുകള് അവര് എന്താ പറയാ കൂടുതൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു മന്ത്രാലയം രൂപം കൊണ്ടത്. അപ്പൊ ഇത്രയും ഉള്ളത് ആയുഷിനെ കുറിച്ചിട്ട് പഠിക്കാൻ. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആയുഷിനെ കുറിച്ച് പറഞ്ഞതിലാണ്? പറഞ്ഞ സെന്റൻസ് കംപ്ലീറ്റ് ആക്കണം അല്ലെ? ഓക്കെ, എവിടെ വരെ പറഞ്ഞു നോക്കിയത് നമ്മള്? ഡിവൈസിന്റെ പ്രാർത്ഥന അല്ലേ? ഡിവൈസിന്റെ ഫ്രണ്ട് ഡിവൈസിന്റെ പ്രാർത്ഥന എയിംസ് എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി അത് എഴുതിയാൽ മതി. അതായത് ഓരോന്നിന്റെയും ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ആ ഒരു പേര് ഫോം ചെയ്തത്. ഓക്കെ ഓക്കെ മാം. ഓക്കെ, നെക്സ്റ്റ് ആയുർവേദയാണ് കേട്ടോ. മാം എന്തൊക്കെയാണ് ആയുർവേദ, യുനാനി, പിന്നെ നിങ്ങളിത് സ്ലൈഡ് കാണുന്നില്ലേ? നോക്കി, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആയുർവേദ, യോഗ, കാണാൻ പറ്റുന്നില്ലേ? ഹോമിയോപ്പതി. ഇവിടെ കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? ഇല്ല, വേറെ ആർക്കും കാണാൻ പറ്റുന്നില്ല, അംഗങ്ങളെ മാത്രമേ കാണുള്ളൂ. PDF പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നില്ലേ? മോളോട് സ്ക്രോൾ ചെയ്യാൻ പറ, അപ്പൊ കാണാൻ പറ്റും. നെറ്റ്വർക്കിന്റെ പ്രോബ്ലം എന്തെങ്കിലും മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. ഏറ്റവും ടോപ്പിൽ വന്നു കഴിയുമ്പോൾ കാണാൻ പറ്റും. അത് ഏറ്റവും ടോപ്പിലാണ്, അത് സ്ക്രോൾ ചെയ്താൽ മതി, അപ്പ് ഡൗൺ ചെയ്താൽ മതി, ഡൗൺ അപ്പ് ചെയ്യാം, അപ്പോൾ ഏറ്റവും മുകളിലാണ്. നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഗ്രൂപ്പില്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടല്ലേ? ഇല്ല മാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ചിലർക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചിലർക്ക് കാണാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ, കാണാൻ പറ്റുന്നത് നെറ്റ് ഇഷ്യൂ ഉണ്ടാകും, അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, ഡെഫിനേഷൻ മോളെ ഞാൻ എന്തായാലും നോട്ട്സ് ഇടാം, അപ്പൊ കിട്ടും. എല്ലാരും നോട്ട്സ് ഇടാം കേട്ടോ. ചിലർക്ക് ക്യാച്ച് ചെയ്യാൻ. നെക്സ്റ്റ് ആയുർവേദയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആയുർവേദ മീനിങ് സയൻസ് ഓഫ് ലൈഫ്. സിംറ്റം ഡീൽസ് വിത്ത് കോസസ്, സിംറ്റംസ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. മ്യൂട്ട് ചെയ്യാട്ടോ. Based on aspects of well-being, mental, physical and spiritual. Okay. ആയുർവേദ മ്യൂട്ട് ചെയ്യട്ടോ. ആദ്യശ്രീ മാഡം മ്യൂട്ട് ചെയ്യാൻ പറ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. നിങ്ങൾ
നിങ്ങൾ മ്യൂട്ട് ചെയ്തില്ലെങ്കിലേ ഡിസ്റ്റർബൻസ് വരും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഡയഗ്നോസിസ്. ഷഫീന മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. ദ ആയുർവേദ മീനിങ് സയൻസ് ഓഫ് ലൈഫ് സിസ്റ്റം ഡീൽസ് വിത്ത് ദ കോസസ്, സിംറ്റംസ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ബേസ്ഡ് ഓൾ ആസ്പെക്ട് ഓഫ് വെൽബീയിങ്, മെന്റൽ, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ. അതായത് ആയുർവേദ എന്ന് പറയുന്നത് സയൻസ് ഓഫ് ലൈഫ് ആണ്. ഓക്കെ, അതായത് ഒരു ജീവിത ശാസ്ത്രം എന്ന് തന്നെ നമുക്ക് എന്ത് പറയാം, ആയുർവേദത്തെ നമ്മള് വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ആയുർവേദത്തില് ഡീല് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? അതായത് ഒരു മനുഷ്യന്റെ ഇപ്പൊ നമുക്ക് എന്താണ് പല പല രോഗങ്ങൾ വരുമോ അല്ലെ? നമ്മുടെ ഹെൽത്തിൻ്റെതായിട്ടുള്ള, അതിപ്പോ ഫിസിക്കൽ ആയിക്കോട്ടെ, മെന്റൽ ആയിക്കോട്ടെ, സ്പിരിച്വൽ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അതിനകത്ത് വരുന്ന രോഗങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സിംറ്റംസ്, അതുപോലെ തന്നെ കോസസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലുമാണ് എന്ത് ചെയ്യുന്നത്, ആയുർവേദം ഡീല് ചെയ്യുന്നത്. ഓക്കെ, സിംറ്റംസ് എന്ന് പറഞ്ഞാല് രോഗം വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഇനി കോസസ് എന്ന് പറഞ്ഞാല് ഉണ്ടാകുന്ന കാരണങ്ങൾ, രോഗങ്ങൾ ഉണ്ടാകുന്ന കാരണങ്ങള്. പിന്നെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല് രോഗനിർണയം. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്, ചികിത്സാ രീതികൾ. ഇതിനെ കുറിച്ചിട്ട് എന്ത് പറയുന്നുണ്ട്, ആയുർവേദത്തില് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ആ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന ഇത് മാത്രമാണ് ഞാനിപ്പോൾ വായിച്ചിരിക്കുന്നത് കേട്ടോ. അത് കൂടാതെ കൂടുതലായിട്ട് പറയും. പറ്റുന്നുള്ളവര് ലെക്ചർ എടുക്കാം. സ്പിരിച്വൽ മീൻസ് വാട്ട്? സ്പിരിച്വൽ മീൻസ് ആത്മീയപരമായിട്ടുള്ള, സ്പിരിച്വൽ ലേണിംഗ് എന്നൊക്കെ പറയാറില്ലേ നമ്മള്, ആത്മീയത എന്ന് കേട്ടിട്ടില്ലേ? അതായത് ദൈവിക കാര്യങ്ങളിലൊക്കെ ഇപ്പൊ സന്യാസിമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ലൈഫ് എന്താ, സ്പിരിച്വൽ ആണ്. ഓക്കെ, അതായത് ഫിസിക്കൽ ആയിട്ടുള്ള ലൈഫൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ധ്യാനമൊക്കെ ചെയ്ത് എന്താണ് സ്പിരിച്വൽ ആയിട്ട് മാത്രം എന്ത് ചെയ്യുന്നു, അവർ ആ ഒരു ദൈവത്തെ ആശ്രയിച്ചു മാത്രം ധ്യാനിച്ചു കഴിയുന്നതിനാണ് എന്ത് പറയുന്നത്, സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ മാം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ആയുർവേദം എന്താണെന്ന് അറിയുന്നു അല്ലെ. ആയുർവേദം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ സീൻ 5000 years in India. അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്തുണ്ട്, നമ്മുടെ നാട്ടിൽ എന്തുണ്ട്, ആയുർവേദം ഉണ്ട്. ഓക്കെ, അതായത് പണ്ട് കാലത്ത് തുടങ്ങി എന്തുണ്ട്, ആയുർവേദ ചികിത്സാ രീതികള് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ വളരെയധികം പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണിത് ആയുർവേദ എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾക്ക് എന്തറിയാം ആയുർവേദത്തെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞേ. ആയുർവേദ സൈഡ് എഫക്ട് എന്താ? ആയുർവേദ എന്ന് പറയുന്നത് ജീവിത ശാസ്ത്രം എന്ന് പറയും. രോഗം ഉണ്ടാവാനും അതായത് രോഗത്തിന് കാരണങ്ങൾ, ചികിത്സാ രീതിയൊക്കെയാണ് ആയുർവേദത്തിൽ ഇത്. പിന്നെ ഇന്ത്യൻ സിസ്റ്റത്തില് ശരിക്കും പറഞ്ഞാൽ ആദ്യം 5000 വർഷം മുമ്പ് ഇന്ത്യൻ സിസ്റ്റമിൽ വന്ന ഒരു മെഡിസിൻ ആയുർവേദയാണ്. മാം അതേപോലെ ആയുർവേദ എന്ന് പറയുന്നത് മറ്റു കെമിക്കൽ മെഡിസിൻസ് കെമിക്കൽസ് വെച്ചിട്ടുണ്ടാക്കുന്നതല്ലേ? ആയുർവേദയിലെ മെഡിസിൻസ് നാച്ചുറൽ പ്രൊഡക്റ്റിൽ നിന്നുണ്ടാക്കുന്നതല്ലേ? കെമിക്കൽസ് യൂസ് ചെയ്യാത്ത നാച്ചുറൽ പ്രൊഡക്ട്സിൽ നിന്നാണ് എന്തുണ്ടാക്കുന്ന ആയുർവേദം ഉണ്ടാക്കുന്നത്. അത്രേ ഉള്ളോ? ഇനി ഉണ്ടോ പോയിന്റ്സ്? പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് പറയാനുള്ള ചാൻസ് ആണ്, പറഞ്ഞോളൂ. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത സൈഡ് എഫക്റ്റ് ഇല്ല മെഡിസിൻസ്. പിന്നെ ഈ പണ്ട് കാലം രോഗത്തിന്റെ താൽക്കാലിക ശമനമല്ലാതെ മാറ്റുന്നു ആയുർവേദം. അസുഖം മാറാൻ വേണ്ടിട്ട് ടൈം എടുക്കൂലേ ആയുർവേദ മരുന്നുകൾ നമ്മൾ താമസം ഉണ്ടാവും നമ്മുടെ ശരീരത്തിലേക്ക് പിടിക്കാൻ. പക്ഷെ ഇംഗ്ലീഷ് മരുന്ന് അങ്ങനൊന്നും അല്ല, സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. രോഗം പൂർണ്ണമായിട്ട് മാറും. താമസിച്ചാണ് കുറെ താമസിച്ച് ഭേദമാവുമെങ്കിലും രോഗം പൂർണ്ണമായിട്ട് മാറും.
പക്ഷെ കാലതാമസം ഉണ്ടോ? നമ്മുടെ പ്രകൃതിയായിട്ട് കൂടുതലായിട്ട് ഇണങ്ങിയിട്ടുള്ള ചികിത്സാ രീതിയാണ് ആയുർവേദം എന്നുള്ളത്. വേദങ്ങളിൽ ഒന്നാണ് ആയുർവേദ. വേദങ്ങളിൽ ഒന്നാണ് ആയുർവേദ. പിന്നെന്താ അത്ര ഉള്ളു പോയിന്റ്സ്. ഇതിൽ ഉപയോഗിക്കുന്ന കൂടുതൽ മെഡിസിൻസും സൈഡ് എഫക്റ്റ് ഇല്ലാത്തതും നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ കൂടുതൽ ആയിട്ടുള്ള മറ്റേ ഇലകളും അതൊക്കെ എടുത്തിട്ടായിരിക്കും കൂടുതലും ഉപയോഗിക്കുന്നുണ്ടാവും, അതിന്റെ ചാറും അതും ഇതൊക്കെ ആയിട്ട്. അപ്പൊ അതിന് സൈഡ് എഫക്റ്റ് കുറവായിരിക്കും. പിന്നെ ആയുർവേദം നമ്മുടെ ശരീരത്തിൽ പിടിക്കാൻ ഇച്ചിരി താമസം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് നമ്മള് ഒരു രോഗത്തിന് പൂർണ്ണമായിട്ടുള്ള മുക്തി നേടിത്തരും. ഇംഗ്ലീഷ് മരുന്നുകളാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് വേഗം ഫലിക്കുകയും ചെയ്യും, പക്ഷെ അതിന് എന്തെങ്കിലും ഒരു സൈഡ് എഫക്ട് എന്തായാലും നമ്മുടെ ശരീരത്തിന് പിന്നീട് കാണിക്കുന്നതായിരിക്കും. ഒരു രോഗം മാറുന്നതിന് ശേഷം മറ്റൊരു രോഗം ആയുർവേദം കഴിക്കുന്നത് കൊണ്ടുണ്ടാവില്ല. എല്ലാവിധ രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയാണ് ആയുർവേദം. എല്ലാ രോഗങ്ങൾക്കും മെഡിസിൻ ഉണ്ടാവും. മെഡിക്കൽ സയൻസ് ഏറ്റവും വലിയ പങ്ക് വഹിച്ചാണ് ആയുർവേദ. ശരിയാണ് ഐശ്വര്യ. എല്ലാവരും പറഞ്ഞത് ശരിയാണ് കേട്ടോ. അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. അതായത് ഇപ്പൊ നമ്മൾ അലോപ്പതിക്ക് പോവാണെങ്കിൽ നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വരികയാണെങ്കിൽ മേ ബി ഒരു വ്യക്തിക്ക് തന്നെ ഒരു ടൈം തന്നെ പല ഇഷ്യൂസും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ ഒരേ ടൈമിൽ തന്നെ അതെല്ലാം കൊടുക്കുന്നുണ്ട്, അസുഖം മാറുന്നുണ്ട്, പറഞ്ഞ പോലെ സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കാം. പക്ഷെ ആയുർവേദിക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ എനിക്കുള്ളൊരു അനുഭവം തന്നെ, നമ്മുടെ ആയുർവേദിക് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഒരു ടൈമിൽ നമുക്ക് ഒരു അസുഖത്തിന് അല്ലെങ്കിൽ 1 or 2 ഇതിനുള്ള ഒരു മരുന്നേ അവർ തരുന്നുള്ളൂ. ഇത് മാറിയിട്ട് നെക്സ്റ്റ് നോക്കാന്നാ പറയുന്നത്. അങ്ങനെ വരുന്നതിന്റെ ഒരു കാരണം എന്താ? കൂടുതലായിട്ടും എന്ന് വെച്ചാല് അവരങ്ങനെ തരില്ല. കൂടുതലായിട്ടുള്ള മരുന്നുകൾ അവര് ചെയ്യില്ല. കൂടുതലും അവരുടേതായിട്ടുള്ള പഥ്യങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങള്. ചികിത്സാ ക്രമങ്ങളൊക്കെ ഉണ്ട്, ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടുതല് ശ്രദ്ധിച്ചാൽ തന്നെ എന്താണ് മരുന്നുകളുടെ ഇത് നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് കണ്ടുവരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല കേട്ടോ അതിനെ കുറിച്ചിട്ട്, ആയുർവേദയുടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങള്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിലെ ഏതെങ്കിലും ഒരു രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷമാണ് വേറൊരു രോഗത്തിന് ഒരു മരുന്ന് തരുന്നുള്ളൂ. കാരണം പല രോഗങ്ങൾക്കും പല പഥ്യങ്ങളും പല മരുന്നുകളും ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിന് ചെയ്യുമ്പോൾ അത് 2 മരുന്നുകൾ കൂടെ മിക്സ് ആയി പോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ബോഡിക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാതെ വരികയും അല്ലെങ്കിൽ ക്ഷീണം കൂടുതലാവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം അവര് അങ്ങനെ ചെയ്യുന്നത്. ആയുർവേദം പൊതുവെ അങ്ങനെയാണ്. നമ്മളിപ്പോ ഇങ്ങനെ ഓരോ വർഷം ചിലര് ഉഴിച്ചിലൊക്കെ നടത്തുന്നില്ലേ, ആ ഉഴിച്ചിലൊക്കെ നടത്തുമ്പോ പിന്നത്തെ കൊല്ലം അല്ലെങ്കിൽ ഒരു ഇത്ര വർഷം അവർ കഴിയുമ്പോ അത് ബാക്കപ്പ് ചെയ്യണം പറയും. ഇത്ര വർഷം അവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് ചെയ്യണം. കണ്ണ് കെട്ടി ചികിത്സയൊക്കെ നടത്തില്ല ആയുർവേദത്തില്, അതൊക്കെ കൊല്ലം ചെയ്യണം എന്ന് പറയും. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമുക്ക് ആ ഒരു ടൈം ആവുമ്പത്തേനും. അങ്ങനെ ഒരു പ്രശ്നം മാത്രമാണ് ആയുർവേദത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എല്ലാത്തപ്പോഴൊക്കെ ആയുർവേദം ബെസ്റ്റ് ആണ്. ചികിത്സയില് ഏത് രോഗത്തിനും ഫസ്റ്റ് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നമ്മൾ വയറ്റിലുള്ള അസുഖത്തിനാണ്. ആദ്യം വയറ് ക്ലിയർ ആക്കിയതിന് ശേഷം ഏതൊരു അസുഖത്തിനായാലും അവര് മരുന്ന് തരുള്ളൂ. അങ്ങനെ ഇതുണ്ട്. ആദ്യം വയറ് ക്ലിയർ ആക്കൂ, അതിനുശേഷം മാത്രമേ മരുന്ന് അവര് സജഷൻ ചെയ്യുള്ളൂ. അപ്പൊ ഏകദേശം അറിയാം, എല്ലാവർക്കും അറിയാം ആയുർവേദം എന്തൊക്കെയാണ് ചെയ്യുന്നത് കാര്യങ്ങളെന്നൊക്കെ അറിയാം അല്ലെ? ഓക്കെ. അപ്പൊ ഇനി എല്ലാവരും മ്യൂട്ട് ചെയ്യാം കേട്ടോ, ഞാൻ പറയാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് 5000 അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്താണ് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആയുർവേദം ആ ഒരു ചികിത്സാ രീതി കണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ആയുർവേദ എവറിത്തിങ് ഈസ് കമ്പോസ്ഡ് ഓഫ് എർത്ത്, സ്പേസ്, എയർ, ഫയർ, വാട്ടർ. ഇറ്റ് ഈസ് കോൾഡ് പഞ്ചമഹാഭൂതാസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ?
ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പഞ്ചഭൂതങ്ങൾ എന്ന് പറയും. അപ്പൊ മെയിൻ ആയിട്ട് ആയുർവേദ ശാസ്ത്രം പറയുന്നത് പ്രകൃതിയിലെ മീൻസ് നേച്ചറിലെ എല്ലാ സബ്സ്റ്റൻസിലും എന്തുണ്ട്, ഈ പഞ്ചമഹാഭൂതങ്ങള് അടങ്ങിയിട്ടുണ്ട്, ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഓരോ സബ്സ്റ്റൻസും എന്താ പറയാ, ഇപ്പോ എന്ത് പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏതൊരു വസ്തുവിന് എന്തുണ്ട്, പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമാണ് പ്രകൃതിയിലെ ഏതൊരു വസ്തുവും. ഓക്കെ, ഇപ്പൊ പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നത് എർത്ത് വരും അല്ലെ, നമ്മുടെ ഭൂമി, അതുപോലെ അല്ലെ മണ്ണ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ സ്പേസ് ആകാശം, എയർ വായു, ഫയർ എന്താ അഗ്നി, അതുപോലെ തന്നെ വാട്ടർ ജലം, ഇതൊക്കെ കൂടി എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒന്നാണ് എന്താ എല്ലാ സബ്സ്റ്റൻസിലും അടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിനെയാണ് പഞ്ചമഹാഭൂതാസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇപ്പൊ പഞ്ചമഹാഭൂതാസ് എന്ന് പറയുന്നത് എന്തൊക്കെയാ വരുന്നത്, എർത്ത് വരുന്നുണ്ട്, എയർ, സ്പേസ്, ഫയർ, വാട്ടർ. ഓക്കെ, ഇനി ഈ ആയുർവേദത്തിൽ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഈ പഞ്ചമഹാഭൂതാസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ എക്സിസ്റ്റ് ഇൻ ഹ്യൂമൻ ബോഡി ഇൻ കമ്പൈൻഡ് ഫോം. അതായത് ഒരു കമ്പൈൻഡ് ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പഞ്ചമഹാഭൂതാസ് മനുഷ്യ ശരീരത്തില് നിലകൊള്ളുന്നത്. ഓക്കെ, എക്സിസ്റ്റ് ചെയ്യുന്നത്. 3 ഫോം ആയിട്ടാണ് പഞ്ചമഹാഭൂതാസ് നമ്മുടെ ബോഡിയിലുള്ളത്. അതിൽ ഒന്നാമത്തേത് വാത, 2 പിത്ത, 3 കഫ. ഓക്കെ, അപ്പോ പഞ്ചമഹാഭൂതാസ് എല്ലാ വസ്തുക്കളിലും ഉണ്ട്, ഹ്യൂമൻ ബോഡിയിലുണ്ട്. ഹ്യൂമൻ ബോഡിയിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് 3 ഫോമിലാണ്. ആദ്യത്തേത് വാത, പിത്ത, കഫ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, വാദം, പിത്തം, കഫം. വാത, പിത്ത, കഫ. അതായത് നമ്മളൊരു ആയുർവേദിക് ഹോസ്പിറ്റലിൽ ചെന്നാല് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 എണ്ണം ഏതാണോ, അതായത് ഈ നമ്മുടെ ശരീരത്തിൽ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ അളവ് കുറവോ അല്ലെങ്കിൽ കൂടുതലോ ഉണ്ടെന്ന് അവർക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനനുസരിച്ചിട്ടാണ് അവര് നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാമോ മിസ്സേ? ഒന്നുകൂടി ക്ലിയർ ആയില്ലേ? ഇല്ല, മിസ്സിന്റെ വോയിസ് ക്ലിയർ ആവില്ല. മൂന്നാമത് പറഞ്ഞത് എന്താ? They exist in human body in combined form like a vata, pitta, kapha. Kapha means കഫം. കേട്ടോ, കഫ് ഉണ്ടല്ലോ, അതിനെയാണ് ഈ കഫ എന്ന് പറയുന്നത്. കഫ് കേട്ടോ മാം. വാത, പിത്ത, കഫ. വാത, പിത്ത, കഫ. കഫ് കേട്ടോ. മാം, ആ ഒരു പോയിന്റ് ഹ്യൂമൻ ബോഡി എന്നുള്ള ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് പറയൂ. ഹ്യൂമൻ ബോഡി they exist in human body in combined form. Combined form അതായത് ഈ കമ്പൈൻ ആയിട്ട് ചേർന്നിട്ടാണെന്ന് ആ ഒരു ഫോമിലാണ് നിൽക്കുന്നത്. 3 എണ്ണം കൂടി കേട്ടോ. കമ്പൈൻഡ് ഫോം. കമ്പൈൻഡ് ഫോം ലൈക്ക് വാത, പിത്ത, കഫ. ഇത്രേ ഉള്ളൂ. സ്പെല്ലിംഗ് കഫ PH ആണ്. ഞാൻ നോട്ട് ഇടാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ഇട്ട് കഴിയുമ്പോ നമുക്ക് അതിന് എഴുതി എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ജസ്റ്റ് കേൾക്കുക, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലെക്ചർ നോട്ട് എഴുതുക. വിശദീകരിച്ച് എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ നോട്ട് ഇടുക കേട്ടോ. ഓക്കെ മാം, നോട്ട് ഇട്ട് തന്നാ മതി. ഓക്കെ, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ക്യാച്ച് ചെയ്ത് എഴുതുക. മാക്സിമം ഞങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഒരേ കാറ്റഗറി ആയിരിക്കില്ലല്ലോ. എല്ലാവരും ഒരേ കാറ്റഗറി ആയിരിക്കില്ല. ഞാൻ ക്ലാസ്സിൽ സാധാരണ നോട്ട്സ് കൊടുക്കുക ചെയ്യാം, പറഞ്ഞു കൊടുക്കുക ചെയ്യാം. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ മാം ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി. പറഞ്ഞു കൊടുക്കുക ചെയ്തുവരെ ഞാൻ PDF ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല ഇതുവരെ. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ കുറെ കൂടുതൽ ആളുകളായതുകൊണ്ട്
കൂടുതൽ ആളുകൾക്ക് ക്യാച്ച് ചെയ്യാൻ പിന്നെ സാധിക്കും. ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് വരും. അത് മാം ഒന്ന് ഞങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇതൊന്ന് എന്തായാലും ഒന്ന് എല്ലാവരും എഴുതിയേക്കണേ എന്ന് പറഞ്ഞാൽ മതി. മാം പറഞ്ഞാൽ മതി, ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അത് നമ്മള് കുറിച്ച് വെക്കാം. ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ. വോയിസ് ക്ലിയർ ആവണില്ലല്ലോ. എന്താ മിസ്സിന്റെ വോയിസ് ക്ലിയർ ആവണില്ല ഇടയ്ക്ക്. വോയിസ് ക്ലിയർ ആവുന്നില്ലേ? വോയിസ് ക്ലാരിറ്റി ഇല്ലേ? വോയിസ് ക്ലിയർ ആവുന്നില്ല. എല്ലാരും മ്യൂട്ട് ചെയ്യണം. അത് മൈക്ക് എല്ലാരും മ്യൂട്ട് ചെയ്യണം. നല്ല കാര്യം. ഉണ്ട് മാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്, നമുക്ക് ഓക്കെയാണ് മാം, ഓക്കെയാണ്, ക്ലിയർ ആവുന്നുണ്ട്. പക്ഷെ മൈക്ക് എല്ലാരും മ്യൂട്ട് ചെയ്യണം. മാം റേഞ്ച് ഇഷ്യൂ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. മ്യൂട്ട് ചെയ്യാം. ഞാൻ പറയാം, ഇനി ഞാൻ ഇതായിട്ട് പറഞ്ഞു തരാം. ഞാൻ എന്തായാലും നോട്ട് നിങ്ങൾക്ക് ഇടാം. ഇമ്പോർട്ടന്റ് ആണെങ്കിൽ മാത്രം 1 or 2 പ്രാവശ്യം പറഞ്ഞു തരാം. ഓക്കെ, എഴുതാൻ പറ്റുന്നവരെ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ 3 ഫോമിലാണെന്ന് പറഞ്ഞല്ലേ. ഇനി അടുത്ത പോയിന്റ് വരുന്നത് they are in harmony with each other but in human body one of them is dominating and is called disease. അതായത് ഈ 3 ഘടകങ്ങളും മീൻസ് ഈ 3 കമ്പോണൻസ് ഏതൊക്കെയാ? വാത, പിത്ത, കഫ. ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ട് അല്ലെ. അത് ഈക്വൽ ആയിട്ട് നിൽക്കണം. എപ്പോഴും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതിന്റെ അളവ്, അതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇനി ഇതിലേതെങ്കിലും ഒന്ന് ഡൊമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, മീൻസ് ഒന്നിൽ നിന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താണ്? അങ്ങനെയാണ് നമ്മൾക്ക് രോഗം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ വാത, പിത്ത, കഫ ഈ 3 ഘടകങ്ങൾ ഉണ്ടല്ലോ. അതിനകത്ത് കഫത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് രോഗം ഉണ്ടാകും. ഇത് ഞാൻ പറയുന്നതല്ല, ആയുർവേദ ശാസ്ത്രം ഇങ്ങനെയാണ് രോഗത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ വാദത്തിന്റെയും പിത്തത്തിന്റെയും കഫത്തിന്റെയും അളവ് നമ്മുടെ ശരീരത്തിലെ ബോഡിയില് നോർമൽ ആയിരിക്കണം. ഏതെങ്കിലും ഒന്നിന്റെ അളവ് കൂടിയാൽ എന്ത് ചെയ്യും? നമുക്ക് രോഗം ഉണ്ടാകും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇത് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. എഴുതാൻ പറ്റുന്നവരെ എഴുതിയെടുക്കാം കേട്ടോ. They are in harmony with each other. They are in harmony with each other. But in human body, harmony with each other, with WITH, with each other. But in human body. But in human body, one of them is dominating. Dominating means എന്താ? ടൈപ്പ് ചെയ്തിടുവോ? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൂടുതലൊന്നുണ്ട്. ഹ്യൂമൻ ബോഡി കഴിഞ്ഞിട്ടൊന്ന് പറഞ്ഞു തരുമോ? They are in harmony with. ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരു പേടിക്കണ്ട, ഞാൻ നോട്ട് ഇട്ടേക്കാം കേട്ടോ. മാമിനും ബുദ്ധിമുട്ടാക്കണ്ട. ഓരോ വേർഡ്സും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടാൻ നമ്മൾ ക്ലാസ് തീരത്തില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യോ, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോട്ടെ, അല്ലാത്തവർക്ക് പിന്നെ നോട്ട് കൊടുത്താൽ മതിയല്ലോ. നോട്ട് ഞാൻ തന്നോളാം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ്സിന്റെ നമ്മുടെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്തിട്ട്. അതുകൊണ്ടാണ് മാം, അല്ലെങ്കിൽ എല്ലാവർക്കും നോട്ട് മാമ വിടുമ്പോ എഴുതിയപ്പോ ഇപ്പൊ ക്ലാസ് എടുത്താ പോരെ? ഞാൻ ക്ലാസ്, അതാണ് ഞാൻ പറഞ്ഞത്. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവര് ഞാൻ പറയുമ്പോൾ അത് എഴുതിയെടുക്കാം, അല്ലാത്തവര് വിട്ടുകളയാം. ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യം പറയും, എഴുതിയെടുക്കാൻ പറ്റുന്നവർ എഴുതിയെടുക്കാം കേട്ടോ. But in human body, one of them is dominating. One of them is dominating. Is called disease. Is called disease. Okay. 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 Next point പറയുന്നത് ആയുർവേദ ലാർജ്ലി യൂസസ് എഴുതിയെടുക്കണ്ട കേട്ടോ. ഇപ്പൊ ആയുർവേദ കേട്ടിരിക്കുക. ആയുർവേദ largely uses plants as raw materials for the
മാനുഫാക്ചർ ഓഫ് ഡ്രഗ്സ്. ആയുർവേദ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനെയാ? പ്ലാന്റ്സിനെയാണ് അല്ലെ. അതായത് പച്ചമരുന്നുകളാണ് കൂടുതലായിട്ടും ആയുർവേദത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അതായത് ഈ ചെടികളുടെയൊക്കെ എന്താണ് ഇല എടുത്തിട്ട് അതിന്റെ വേരും ഇലയും തണ്ടും ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? ലീഫോ അല്ലെങ്കിൽ റൂട്ടോ സ്റ്റെമ്മോ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇവര് പിഴിഞ്ഞെടുക്കും അല്ലെ. ചാറെടുത്തിട്ട് അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? മരുന്നുകള് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. ഓക്കെ. അപ്പോ ആയുർവേദ കൂടുതലായിട്ട് മരുന്നുകളുടെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാന്റ്സിനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആയുർവേദിക് മെഡിസിൻസ് ആർ ജനറലി സേഫ് ആൻഡ് നോ സൈഡ് എഫക്ട്സ്. ഓക്കെ. ആയുർവേദിക് മെഡിസിൻസ് എന്ന് പറയുന്നത് സേഫ് ആണ്. അതുകൂടാതെ അതിനെന്ത് തന്നെ ഇല്ല? സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യാം? അത് ഉപയോഗിക്കാം. അതിന് സൈഡ് എഫക്ട്സ് ഇല്ല. ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ പോയിന്റ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. ഇല്ല 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 മാം. ഇല്ല 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 മാം. ഓക്കെ. നെക്സ്റ്റ് വൺ യോഗയാണ് കേട്ടോ. യോഗ ഒരാള് വായിച്ചേ. അമിന മോൾ ഒന്ന് വായിച്ചേ മോളെ. PDF റീഡ് ചെയ്തേ. യോഗ ആരെങ്കിലും ഒരാളൊന്ന് വായിക്കോ? Yoga is both a science and an art that promotes health is living physically, mentally, normally and spiritually. എന്താ പറയുന്നേ? സരിത തന്നെ പറഞ്ഞോ. യോഗ എന്താ പറയുന്നേ? യോഗ പറയുന്നത് നമുക്ക് ഫിസിക്കലി, മെന്റലി ആൻഡ് നോർമലി പ്രൊമോട്ടഡ്. അതായത് യോഗ കൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ്. യോഗ ചെയ്യുമ്പോൾ മാനസികമായും ശാരീരികമായും എല്ലാത്തിനും നല്ലൊരു നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും എന്നുള്ളതാണ് യോഗയിലൂടെ. ഓക്കെ, ഞാൻ തന്നെ പറയാം. അതായത് യോഗ എന്ന് പറയുന്നത് ബോത്ത് എ സയൻസ് ആൻഡ് ആർട്ട് ഫോം എന്നാ പറയുന്നത്. അതായത് യോഗ ഒരു സയൻസ് ആണ്, അതുകൂടാതെ ഒരു ആർട്ട് ഫോം കൂടിയാണ്. ഓക്കെ, അതായത് വ്യക്തമായിട്ടും അതായത് ചില നിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മൾ യോഗയിൽ ചെയ്യേണ്ടത്. യോഗ ചെയ്യാറുണ്ട് ആരെങ്കിലും ഇതിനകത്ത്? ആരും യോഗ ചെയ്യുന്ന ആരുമില്ല, ഒക്കെ മനുഷ്യരില്ല. ഇല്ല, ആരും തന്നെ ഇല്ലല്ലേ യോഗ ചെയ്യുന്നേ. ഓക്കെ, ഇതുവരെ യോഗ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല, കണ്ടിന്യൂ ചെയ്തിട്ടില്ല അല്ലെ? പോയിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ യോഗ എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്, അതുകൂടാതെ ഒരു ആർട്ട് ഫോം ആണ് അല്ലെ? എന്താണ്, അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? നിങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. പല പല എക്സസൈസ് അല്ലെ? പ്രാണായാമം ഉണ്ട്, ശവാസനം ഉണ്ട്, അതുപോലെ സൂര്യ നമസ്കാരം. ഇതൊക്കെ എന്താണ്, യോഗയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു എന്താ ആർട്ട് ഫോം എന്നുകൂടി എന്ത് ചെയ്യാം, നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് നമ്മുടെ ബോഡി ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ യോഗ ചെയ്യുന്നത് അല്ലെ? നമ്മുടെ എന്താ പറയാ മെന്റലി അല്ലെങ്കിൽ എന്താ പറയാ സ്പിരിച്വലി ആയിട്ടുള്ള വെൽബീയിങ്ങിനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് യോഗ ചെയ്യുന്നത്. യോഗ ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് നമുക്ക് കിട്ടുക. അത് ചെയ്ത് കഴിഞ്ഞവർക്കറിയാം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്കാണ് കൂടുതൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളിപ്പോ ആരും തന്നെ കണ്ടിന്യൂ ചെയ്യാത്തത് കൊണ്ട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മൾ ഡെയിലി നമ്മൾ യോഗ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കുവാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതലായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് ഉണ്ടാകും. നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കൊക്കെ എന്താണ് ഭയങ്കരമായിട്ടുള്ളൊരു പ്ലസന്റ് ഫീൽ ആയിരിക്കും ഉണ്ടാകും. ഓക്കെ, അപ്പൊ മ്യൂട്ട് ചെയ്യട്ടോ. അങ്ങനെയുള്ള ഒരു ആർട്ട് ഫോം ആണ് എന്ത്, യോഗ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ലേഡീസിനൊക്കെ ആണെങ്കിൽ, സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ഹോർമോണൽ ആയിട്ട് വരുന്ന ചില ഡിസീസ് ഉണ്ട് അല്ലെ?
ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമുക്ക് പല രോഗങ്ങളും വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ടാകും. അതുപോലെ തന്നെ PCOS, PCOD അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ തന്നെ സ്ത്രീകൾക്ക് വരുന്നതാണ്. അപ്പൊ ഇതിനെയൊക്കെ എന്താണ് ഒരുവിധം പ്രിവെന്റ് ചെയ്യാനായിട്ട് യോഗ എന്ന് പറയുന്ന ആ ഒരു ആർട്ട് കൊണ്ട് എന്ത് ചെയ്യും, പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ചെയ്യണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 30 കഴിഞ്ഞവരാണെങ്കിൽ എന്ത് ചെയ്യുക, യോഗ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി യോഗ ചെയ്തില്ലെങ്കിൽ തന്നെ ചെറിയ ചെറിയ എക്സസൈസുകളും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് തുടങ്ങാം. ഓക്കെ ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലെ. ഹെൽത്ത് ഇല്ലെങ്കിൽ എന്താണ്, ഒന്നുമില്ല അല്ലെ. ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഓക്കെ, അപ്പോ അത്രേ ഉള്ളൂ. യോഗനെ കുറിച്ചിട്ട് അത്രേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ അതാണ്. അതായത് ചില അതിനകത്തെ ഓരോരോ കാര്യങ്ങളും പറ്റുമ്പോ പല പല എക്സസൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബ്രീത്തിങ് എക്സസൈസ് ഉള്ള പ്രാണായാമം പോലുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സൂര്യ നമസ്കാരം ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മൈൻഡിനും ഒക്കെ എന്താണ് നല്ലൊരു ഉന്മേഷം തരും. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ യോഗ. നെക്സ്റ്റ് എന്താ, യുനാനി ഒന്ന് ആരെങ്കിലും ഒന്ന് വായിച്ചേ. Unani system of medicine provides in promotion of health, prevention of disease and cure. യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ പ്രൈസിൻ. മാം ഇവരിത് എവിടെ നോക്കിയിട്ടാ വായിക്കണേ? ഞാനിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനോട് കാണുന്നില്ലല്ലോ. ഇൻട്യൂഷൻ ഉണ്ടാവും ഫസീല മോൾക്ക്, അതുകൊണ്ടായിരിക്കും കാണാതെ. ഓക്കെ ഓക്കെ, ഇവിടെ PDF ഞാൻ ഇവിടെ സ്ലൈഡ് ഇട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ടാണ് കേട്ടോ വായിക്കുന്നേ. ഓക്കെ, യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ പ്രൈസ് ഇൻ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്, പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ആൻഡ് ക്യൂർ. അപ്പൊ നമുക്ക് യുനാനിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയണം അല്ലെ. യുനാനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല മാം അറിയില്ല. കേട്ടിട്ടില്ല അല്ലെ. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. ഫാദർ ഓഫ് യുനാനി മെഡിസിൻ എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. ഹിപ്പോക്രാറ്റസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എവിടെയോ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ട് അല്ലെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എന്താണ് നമ്മളൊന്ന് കണ്ണോടിച്ചു പോയിട്ടുണ്ട് അല്ലെ. ഒരു താടിയൊക്കെ ഉള്ള ഒരു, താടി എന്നൊക്കെ പറയാൻ പറ്റില്ല, ഒരു പ്രായമുള്ള ഒരാൾ അല്ലെ, ഒരു ശില്പം പോലെ തോന്നും, ഹിപ്പോക്രാറ്റസ്. ഓക്കെ, അദ്ദേഹമാണ് എന്ത് ഫാദർ ഓഫ് യുനാനി മെഡിസിൻ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം ഗ്രീക്ക് ഫിലോസഫർ ആണ് കേട്ടോ. അപ്പൊ ഫാദർ ഓഫ് യുനാനി എന്ന് പറയുന്നത് ആരാ? ഹിപ്പോക്രാറ്റസ് ആണ്. ഓക്കെ ഓക്കെ, പിന്നെ അദ്ദേഹം ഗ്രീക്ക് ഫിലോസഫർ ആണ്. ഈ ഒരു യുനാനി മെഡിസിനില് വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്ത ഒരു മനുഷ്യനാണ് ഇത് ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത് കേട്ടോ. യുനാനി കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു ചികിത്സാ രീതി അവലംബിക്കുന്നതിന് കാരണക്കാരനായിട്ട് തീർന്നിട്ടുള്ളത് ആരാണ്? ഈ ഒരു ഹിപ്പോക്രാറ്റസ് ആണ്. ഓക്കെ, അതായത് ഗ്രീക്ക് ഫിലോസഫർ ആണെന്ന് ഞാൻ പറഞ്ഞു. പണ്ട് കാലത്ത് ഗ്രീക്ക് എന്ന് പറയുന്ന അല്ലെ ആ ഒരു എന്താ പറയാ അവിടേക്കുള്ള, അതായത് ഗ്രീസിലൊക്കെ എന്താണ് ചികിത്സ, അവിടുത്തെ ചികിത്സാ രീതി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളതായിരുന്നു. മീൻസ് അവിടെ പാരമ്പര്യ വൈദ്യം ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ എന്ത് പറയും? ഡോക്ടർ എന്നാ വിളിക്കുക. ഓക്കെ, ഡോക്ടർ എന്നൊക്കെ വിളിക്കില്ല, വൈദ്യൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോ അയാളാണ് ആ ഒരു നാട്ടില് എന്തെങ്കിലും അസുഖം വന്നാൽ എന്ത് ചെയ്യുക, ട്രീറ്റ്മെന്റ് ചെയ്യുക. അതായത് എല്ലാവരും എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ അടുത്ത് കൂടിപ്പോകും. അപ്പോ ഇങ്ങനെ അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവരും അവിടെ ചെന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കും, രോഗം മാറും. അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു. അപ്പൊ ഈ പരമ്പരാഗതമായിട്ടുള്ള, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു വൈദ്യൻ, അതായത് ആ വൈദ്യൻ മരിച്ചു കഴിഞ്ഞാല് ആ കുടുംബത്തിലെ ചിലപ്പോ ഈ ഒരു വൈദ്യന്റെ മകളോ അല്ലെങ്കിൽ മകനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റിലേറ്റീവ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, പിന്നീട് ആ വൈദ്യം കൈകാര്യം ചെയ്യുക. മീൻസ് ആളുകളെ ചികിത്സിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു രീതിയായിരുന്നു പണ്ട് കാലത്ത് ഗ്രീസിലൊക്കെ എന്താണ് പിന്തുടർന്ന് പോന്നിരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ചികിത്സാ രീതിയെ മാറ്റിമറിച്ചതാരാണ്? ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അതായത് അവിടെയുള്ള ജനങ്ങളെ, ആളുകളെയൊക്കെ, യുവാക്കളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട്
അവിടെ എന്താ പറയാ ഒരു മരത്തിന്റെ ചുവട്ടില് ഒരു സമ്മേളനം പോലെ വെച്ചു, ഒരു കോൺഫറൻസ് പോലെ വെച്ചു. എന്നിട്ട് പറഞ്ഞു എല്ലാവർക്കും വൈദ്യം പഠിക്കാം, എല്ലാവർക്കും എന്ത് ചെയ്യാം, വൈദ്യം പഠിക്കാം. അത് ഇന്ന ആളുകൾക്ക് എന്നില്ല, പഠിച്ച് അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാം, ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം എന്ന് പറഞ്ഞ വ്യക്തിയാണത് ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹമാണ് യുനാനി ചികിത്സയുടെ രീതികളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അതിന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടൊക്കെ ആളുകളിലേക്ക് അവയർനെസ് കൊടുത്തത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി യുനാനി എന്ന് പറയുന്ന സിസ്റ്റം, ഓക്കെ, ബേസിക് ആയിട്ട് 2 തിയറികളാണ് യുനാനി സിസ്റ്റത്തിലുള്ളത്. ഒന്ന് ചതുർദോഷ തിയറി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ചതുർഭൂത തിയറി. ഓക്കെ, ഞാനിവിടെ ടൈപ്പ് ചെയ്ത് തരാം കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ടൈപ്പ് ചെയ്ത് തരണേ. ചതുർദോഷ അതെന്താണ് എഴുതേണ്ടത്? യുനാനിയിൽ 2 ബേസിക് ആയിട്ടുള്ള തിയറികളാണ്. This system is based on 2 theories. ഏതൊക്കെ തിയറിയാ മാം? ചതുർദോഷ ആൻഡ് ചതുർഭൂത. ചതുർദോഷ ആൻഡ് ചതുർഭൂത തിയറി കേട്ടോ. ചതുർഭൂതയോ? അമ്മ ക്ലാസ്സിലാണ്. ഇതെങ്ങനെ എടുക്കാം? പറഞ്ഞുതരാം. മ്യൂട്ടാക്കാൻ പറ. ചതുർദോഷ ആൻഡ് ചതുർഭൂത ടൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മനസ്സിലായി. എന്താ ഇത് കാട്ടി? ചിത്ര മ്യൂട്ട് ചെയ്യൂ. ചിത്രാജി മ്യൂട്ട് കരോ. എല്ലാവരും മ്യൂട്ട് ചെയ്യല്ലോ. ഓക്കെ, അപ്പൊ 2 തിയറികൾ ഉണ്ട് യുനാനിയില്. ഒന്ന് ചതുർദോഷ തിയറി, 2 ചതുർഭൂത തിയറി. ഓക്കെ, ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാം മാം. ഇതിൽ ആദ്യം എടുത്ത ഭാഗം ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ഉണ്ടോ? ഇമ്പോർട്ടന്റ് ആണ് ഈ 2 തിയറികള്, ചതുർദോഷയും ചതുർഭൂതയും. കിട്ടാത്തല്ല ആയുർവേദത്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ ചോദിക്കോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയില്ല. ഞാൻ നോട്ട് ഇടാട്ടോ. ഓക്കെ, ബാക്കി പറയാൻ പോവാണ്. അതായത് നമ്മൾ നേരത്തെ ആയുർവേദത്തിലെ 3 കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാത, പിത്ത, കഫ. അതിനെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, ത്രിദോഷങ്ങൾ എന്ന് പറയും. അത് ഞാൻ വിട്ടുപോയി തോന്നുന്നു പറയാനായിട്ട്. ത്രിദോഷങ്ങൾ എന്ന് പറയും. അതാണ് പഞ്ചമഹാഭൂതാസ നമ്മുടെ ബോഡിയില് എന്താ പറയാ അടങ്ങിയിട്ടുള്ളത് ഈ 3 ഫോമിലാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് പറയുന്നത് ആയുർവേദ ശാസ്ത്രം അനുസരിച്ചിട്ടാണ്. എന്നാല് യുനാനി മെഡിസിൻ പറയുന്നു നമ്മുടെ ഹ്യൂമൻ ബോഡിയില് 4 കമ്പോണൻസ് ഉണ്ടെന്നാ പറയും. എത്രയാ? 4 കേട്ടോ. 4 കമ്പോണൻസ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉള്ളത്. ആയുർവേദയിൽ 3 ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നേ. യുനാനി വന്നപ്പോ എന്താണത്? 4 കമ്പോണൻസ് ആണ്. അതിലൊന്ന് ബ്ലഡ് ആണ്. ഓക്കെ, രക്തം ഉണ്ടല്ലോ നമ്മുടെ, ബ്ലഡ്. രണ്ടാമത്തത് ഫ്ലം. ഫ്ലം മീൻസ് കഫം എന്നാണ് കേട്ടോ. ഫ്ലം. ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്പെല്ലിങ്. ഫ്ലം. രണ്ടാമത്തത് ഫ്ലം ആണ്. മൂന്നാമത്തത് ബൈലാണ്. ബൈൽ എന്ന് പറഞ്ഞാല് പിത്തം. ഓക്കെ, നമ്മൾ നേരത്തെ പിത്ത എന്ന് പറഞ്ഞില്ലേ, അതിനെ പറയുന്ന പേരാണ് ബൈല്. ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നാലാമത്തേത് ബ്ലാക്ക് ബൈല്. ഓക്കെ, ബൈലിന്റെ കൂടെ എന്ത് ചേർക്കുന്നു? ഒരു ബ്ലാക്കും കൂടി ചേർക്കുന്നു. അപ്പൊ എന്തായി? ബ്ലാക്ക് ബൈലായി. അപ്പൊ ഈ 4 കമ്പോണൻസ് എന്തുണ്ട്?
നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുണ്ട്. 1 ബ്ലഡ്, 2 ഫ്ലം, 3 ബൈല്. സ്ലമ്മിന്റെ സ്പെല്ലിംഗ് എന്തുവാ മോളെ കമന്റിൽ ഒന്ന് നോക്കിയേ, ഞാൻ ഇട്ടിട്ടുണ്ട്. FLUM. ഫ്ലം എന്ന് പറഞ്ഞാല് PHELGM, ഫ്ലം കേട്ടോ, ഫ്ലം കേട്ടോ. ബ്ലഡ്, ഫസ്റ്റ് വൺ ബ്ലഡ് ആണ്, സെക്കൻഡ് വൺ ഫ്ലം ആണ്, തേർഡ് വൺ ബൈലാണ്, ഫോർത്ത് വൺ ബ്ലാക്ക് ബൈലാണ്. ബൈലിന്റെ സ്പെല്ലിംഗ് ബൈലിന്റെ സ്പെല്ലിംഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ, BILE, ബൈൽ. മിസ്റ്റേ ഫ്ലം പറഞ്ഞാൽ എന്താണ്? ഫ്ലം എന്ന് പറഞ്ഞാൽ കഫം എന്നാണ് കേട്ടോ, കഫം. ബ്ലാക്ക് ബെയില് കഫമാണ് ഫ്ലം. ഓക്കെ, ബ്ലാക്ക് ബെയിൽ എന്താണ്? ബ്ലാക്ക് ബെയിൽ എന്ന് പറഞ്ഞാല് കറുത്ത പിത്തം. നമ്മള് ബൈല് പറഞ്ഞല്ലോ, പിത്തം എന്ന് പറഞ്ഞല്ലോ, അതുപോലെ കറുത്ത പിത്തം ഉണ്ട്. അതായത് പിത്തം, ഈ ബൈല് തന്നെ 3 എണ്ണം ഉണ്ട്. 1 ബ്ലാക്ക്, രണ്ടാമത്തത് റെഡ്, മൂന്നാമത്തത് യെല്ലോ. അങ്ങനെ 3 പിത്തത്തിനെ തന്നെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ബ്ലാക്ക് ബെയിലാണ് യുനാനിയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, ആയുർവേദത്തില് പറഞ്ഞനുസരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 എണ്ണത്തിൽ, ഇപ്പൊ വാദത്തിലോ പിത്തത്തിലോ കഫത്തിലോ എന്തെങ്കിലും എന്താണ് ഒന്നിനോട് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഡിസീസ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞല്ലേ. അതുപോലെ തന്നെയാണിത് യുനാനിയിലും. അതായത് ഇപ്പൊ പറഞ്ഞു ബ്ലഡ്, ഫ്ലം, ബൈല്, ബ്ലാക്ക് ബെയില്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന്റെ, ഈ 4 ഫാക്ടേഴ്സില് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കുറവോ കൂടുതലോ കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നേ, രോഗം ഉണ്ടാകുന്നത് കേട്ടോ. ഇതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് നമുക്ക് രോഗം ഉണ്ടാക്കുന്നതെന്നാണ് യുനാനിയും പറയുന്നത്. യുനാനിയില് പക്ഷെ എന്തുണ്ട്, 4 കമ്പോണൻസ് ആണുള്ളത്. ആയുർവേദത്തില് 3 കമ്പോണൻസ് ആണുള്ളത്. ഇതാണ് എന്തുണ്ടാക്കുന്നത്, രോഗം ഉണ്ടാക്കുന്നത്. Is it clear? Clear ആണോ? Yes, ma'am. Clear ആണ് അല്ലേ? ക്ലിയർ ആണ് മാം. മനസ്സിലാവാത്തില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. കാര്യങ്ങള് ആയുർവേദ പറഞ്ഞു, നമ്മള് യോഗ പറഞ്ഞു, അതുപോലെ തന്നെ യുനാനിയും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, വായിച്ചു പോവുക. അന്നു പഠിപ്പിക്കുന്നത് അന്നു തന്നെ പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഓക്കെ, ഹലോ മാം, ആയുർവേദത്തിൽ 3 ഫാക്ടേഴ്സ് ആണല്ലോ, യുനാനിയിൽ 4 ഫാക്ടേഴ്സ്. അപ്പൊ ഇതാണ് ഒരു മെയിൻ ഡിഫറൻസ് യുനാനിയും ആയുർവേദവും തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് യുനാനി ആയുർവേദം തമ്മിലുള്ള ഡിഫറൻസ്, ഇതാണ് കേട്ടോ. മാം, അപ്പൊ ഇനി ക്ലാസ് ഇല്ല? എന്റെ ക്ലാസ് ഉണ്ട്, അടുത്ത ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ടീച്ചർ വരും, വേറെ ടീച്ചർ വരും കേട്ടോ. നോട്ട് ഇപ്പൊ തന്നെ വിട്ടു തരില്ലേ? നോട്ട് ഞാൻ അവരോട് പറയാം, ഞാൻ ഞാൻ കൊടുത്തേക്കാം. ഒന്ന് ചിലപ്പോ തരുവാണെങ്കിൽ അതല്ലേ കുറച്ചുകൂടി നല്ലത്. എന്താ മോളെ, ക്ലിയർ ആയില്ല കേട്ടോ. മാം ഉണ്ടല്ലോ, ഈ ബുക്ക് നമ്മൾ പേര് എഴുതി വെക്കണ്ടേ? അപ്പൊ എന്താ പേര് എഴുതേണ്ടത് ബുക്കില് മാമിന്റെ? ഓക്കെ, അപ്പൊ ഞാൻ ചിലപ്പോ നാളെയാവോ കേട്ടോ നോട്ട് കൊടുക്കുമ്പോ, എന്തായാലും കൊടുത്തേക്കാം. മാമിന്റെ പേര് പറയോ? അശ്വതി. അപ്പൊ ഈ ബുക്കിൽ അശ്വതി എന്നാണോ എഴുതേണ്ടത്? അതല്ല ഏത് സബ്ജക്ട്, അങ്ങനെ ഒന്നുമില്ല. സബ്ജക്ട് മോളെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ചാപ്റ്റർ 3. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അടുത്ത ക്ലാസ് ഉണ്ട്, ടീച്ചർ ഉണ്ട് കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ഇല്ലേ? അതൊക്കെ എടുക്കും കേട്ടോ, അതൊക്കെ എടുക്കും.
ഗൂഗിൾ ക്ലാസ് റൂമിന്റെ PDF എടുത്തിട്ടുണ്ട് അത് നോക്കിയാ പോരെ. താങ്ക് യു മാം. താങ്ക് യു താങ്ക് യു മാം. ഓക്കെ താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. ഓക്കെ മാം. താങ്ക് യു മാം. ഇത് ഓഫാക്കേണ്ട. നെക്സ്റ്റ് മിസ് വരും. ഞാൻ എല്ലാവരുടെ അടുത്ത് ആരെങ്കിലും യോഗനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു പോയിന്റ് ആരെങ്കിലും ഷോർട്ട് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയോ? യോഗ യോഗ ഈസ് എ സയൻസ് ആൻഡ് ആർട്ട്. യോഗ എന്നത് ഒരു സയൻസ് ആണ്, പിന്നെ ഇത് ആർട്സ് കൂടിയാണ്. യോഗ നമുക്ക് പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. യോഗ നമുക്ക് മെന്റലി സ്പിരിച്വലായും